ഇതെൻ്റെ 5ാമത്തെ റിറ്റുമിക്സ് ഇഞ്ചക്ഷന് വേണ്ടിയുള്ള ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. 2 ആഴ്ച മുൻപ് പോകേണ്ടതായിരുന്നു. ഇൻഫെക്ഷൻ കാരണം എനിക്ക് പോകാൻ പറ്റിയില്ല. ഞാൻ നേരത്തെ തന്നെ ഒരു പേപ്പറിൽ എഴുതി വെക്കും. അപ്പം നമ്മൾ കൊണ്ടുപോകേണ്ട സാധനങ്ങളൊന്നും മറക്കില്ല. സാധാരണ 3 ദിവസമാണ് അഡ്മിറ്റ് ആകാറ്. ഈ പ്രാവശ്യം എനിക്ക് 2 ദിവസം മാത്രം കിടക്കേണ്ടി വന്നുള്ളൂ. പെട്ടെന്ന് തന്നെ ഇൻഷുറൻസ് കിട്ടി. എല്ലാ പ്രാവശ്യവും ഡോക്ടർ സ്റ്റാഫിനോട് പറഞ്ഞിട്ടുണ്ടാകും, പെട്ടെന്ന് തന്നെ ഇൻഷുറൻസിലേക്ക് എൻ്റെ ഡിസ്ചാർജ് സമ്മറി കൊടുക്കണമെന്ന്. എല്ലാ പ്രാവശ്യവും അവർ വൈകും. ICUയിൽ വെച്ചാണ് ഇഞ്ചക്ഷൻ എടുക്കുന്നത്. ഇഞ്ചക്ഷൻ എടുക്കുന്നതിന് മുമ്പും പനിയുടെ മരുന്നും അലർജിയുടെ മരുന്ന് ഡ്രിപ്പായിട്ടും കയറ്റും. ഒരു പ്രാവശ്യം ഇൻഷുറൻസ് തീർന്നപ്പോഴത്തേക്കും ലൂർദിൽ എടുക്കാമെന്ന് വിചാരിച്ച് ഇൻഷുറൻസ് കിട്ടിയുമില്ല. പനിയും വന്ന് അലർജിയും വന്ന്. ഇതെല്ലാം എടുക്കുകയും ചെയ്ത്, രണ്ടും വരികയും ചെയ്ത്. വെളുപ്പിന് 5 മണിക്ക് തന്നെ അലർജിയുടെ മരുന്നും കയറ്റും, പനിയുടെ മരുന്നും കഴിക്കും. എന്നാലേ പെട്ടെന്ന് തീരുള്ളൂ. അങ്ങനെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പോവുകയാണ്. ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ കുറേ പണിയുണ്ട്. 1 മണിക്കൂറോളം സമയമെടുക്കും എല്ലാം ശരിയായി കിട്ടാനായിട്ട്. അങ്ങനെ റൂമിലേക്ക് മാറി. ഉച്ചക്കത്തെ ഭക്ഷണം മുട്ടയും ചപ്പാത്തിയാണ് മേടിച്ചത്. രാത്രി ആയപ്പോഴത്തേക്ക് മെയിൻ ഇഞ്ചക്ഷനായ റിറ്റുമിക്സ് ഒഴിച്ച് ബാക്കിയെല്ലാം കൊണ്ടുവന്നത്. ഇതെല്ലാം കയറ്റാനുള്ളതാണ്. റിറ്റുമിക്സ് നമ്മൾ അഡ്മിറ്റായതിന് ശേഷം മാത്രമേ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുള്ളൂ. ഇത് ഞാൻ ഡിസംബറിൽ എടുത്തതാണ്. ഇപ്പോൾ കയ്യൊക്കെ ഒടിഞ്ഞ് വീട്ടിലിരിക്കണോണ്ട് ചുമ്മാ ഇരിക്കുമല്ലേ, അതുകൊണ്ട് എടുത്തിട്ടതാണ്. ഡ്രിപ്പ് 3/4 ഭാഗത്തുള്ള ആകുമ്പോൾ തന്നെ ഞാൻ നേഴ്സുമാരോട് പറയും, പെട്ടെന്ന് കൊണ്ടുപോയി ഫയൽ കൊടുക്കുമെന്ന് പറയും. എന്നാലും അവരെല്ലാം കഴിഞ്ഞ് അരമണിക്കൂർ റെസ്റ്റ് എടുത്തതിന് ശേഷം മാത്രം കൊടുക്കുള്ളൂ. ഈ പ്രാവശ്യം എന്തായാലും 2 ദിവസം മാത്രം കിടക്കേണ്ടി വന്നുള്ളൂ. ഇനി ഒരു ഇഞ്ചക്ഷനും കൂടി ഉണ്ട്, അത് ജൂണിലായിരിക്കും.